ഹായ്, ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മീറ്റർ വണ്ടി എന്തുവാണെന്നും 210 വണ്ടി എന്തുവാണെന്നും 222 വീൽ ബേസ് വണ്ടി എന്തുവാണെന്നുള്ളൊരു കമ്പാരിസമാണ്. ആൾക്കാർ വിചാരിച്ചു വണ്ടിക്കകത്തുള്ള സെറ്റ് വർക്ക്, ലൈറ്റ് വർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കമ്പയർ ചെയ്യുമെന്നുള്ള ധാരണയിൽ എല്ലാവരും ഇരുന്നത്. അപ്പോൾ ആദ്യം തന്നെ 12 മീറ്റർ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ വണ്ടിയെക്കാട്ടിലും ഒരു 1.5 അടിയോടെ കൂടുതൽ കാണും. എന്ന് വെച്ചാൽ ഫ്രണ്ട് വീലിൽ നിന്ന് ബാക്ക് വീലിലോട്ട് വരുന്ന ആ ഇടയ്ക്കത്തെ ഗ്യാപ്പിനാണ് നമ്മൾ ഈ വീൽ ബേസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് 222 വണ്ടിയാണ്. 222 നമ്മുടെ വണ്ടിക്കകത്തിൽ ആ ഫ്രണ്ട് വീലിൽ നിന്ന് ബാക്ക് വീൽ വരെ ഉള്ള വ്യത്യാസം കണ്ടോ. ഇത് പിന്നെ ബെല്ലിടിക്കാണ്, കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലുണ്ട് വണ്ടിക്ക്. അകത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇത് വോൾവോയുടെ സീറ്റാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്, പ്രകാശിൻ്റെ സീറ്റല്ല. നമ്മുടെ 222 വണ്ടിക്കകത്തിൽ പ്രകാശിൻ്റെ നോർമൽ സീറ്റാണ് ഇരിക്കുന്നത്. ഇത് പുഷ് ബാക്ക് സീറ്റാണ്. അത് വോൾവോയുടെ വണ്ടി, വോൾവോ വണ്ടിയില്ല, വോൾവോ വണ്ടിയുടെയാണ്. അതേപോലെ തന്നെ ഞാൻ ആ കൈ ഹാൻഡ് റെസ്റ്റ് താപ്പോട്ട് വയ്ക്കാത്തതുകൊണ്ടാണ് ഞാൻ അത്ര ഇടുങ്ങി എൻ്റെ അകത്ത് ഇരിക്കുന്നത്. അത്യാവശ്യം സീറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റാണ്. പിന്നെ ഈ സീറ്റിൻ്റെ അകത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹെഡ് റെസ്റ്റാണ്. വെച്ചാൽ നമ്മളുടെ തല ആ രണ്ട് സീറ്റിനെ ഇടയ്ക്കിരിക്കുന്ന രീതിയിൽ നല്ല സപ്പോർട്ടായിട്ടാണ് സീറ്റ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 12 മീറ്റർ വണ്ടിയാണെന്ന് പറഞ്ഞാൽ സീറ്റിന് എണ്ണക്കൂടുതലില്ല, 45 സീറ്റ് വണ്ടിയാണിത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്കകത്തിലോട്ട് വരുവാണെങ്കിൽ ഇത് നമ്മുടെ 49 സീറ്റ് 222 വീൽ ബേസ് വണ്ടിയാണ്. പക്ഷേ നമുക്ക് വീഡിയോ എടുത്ത് തരാണ്ട് വണ്ടിക്കകത്തിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇത് നമ്മൾ പുഷ് ബാക്ക് ചായച്ച് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ഇരിക്കുന്ന സ്പേസും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. മറ്റേതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ എന്ന് വെച്ചാൽ വോൾവോ സീറ്റ് ആയതിൻ്റെയാണ്. അല്ല, നമ്മുടെ ഈ നോർമൽ സീറ്റ് പ്രകാശിൻ്റെ ആണെങ്കിൽ ഇത്ര ബെൻഡേ വരത്തുള്ളൂ. ഇത് കറക്റ്റ് സീറ്റിങ്ങിലാണ് നമ്മുടെ ഇതിരിക്കുന്നത്. മറ്റേത് പുറകിൽ ഒരാളില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇറക്കി കിടക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ നോർമൽ സീറ്റ് പ്രകാശിൻ്റെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വീൽ നട്ടിന് വ്യത്യാസമുണ്ട്. ഇത് 10 നട്ട് വണ്ടിയാണ്, നമ്മുടെ 8 നട്ടാണ്. ഇത് കണ്ടോ, നമ്മുടെ 8 നട്ടായി വണ്ടിക്ക് വരുന്നുള്ളൂ. നട്ടിന് മാത്രമേ വ്യത്യാസമുള്ളൂ, ടയർ ഒന്ന് തന്നെയാണ്. മുതലാളിയും പിള്ളേരും എല്ലാം വണ്ടിയുടെ സൈഡിലുണ്ട്. വണ്ടിക്കകത്ത് കയറ്റാനുള്ള ഒരുപാട് ലൈറ്റും കാര്യവും സ്മോക്കറും എല്ലാം അവരിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കട തന്നെ വാങ്ങിച്ചുകൊണ്ടാണ് അവർ വന്നേക്കുന്നത്. ആ മഞ്ഞ ഷർട്ടിട്ടിരിക്കുന്നതാണ് മിഥുൻ ചേട്ടൻ, ഈ വണ്ടിയുടെ ഓണറാണ് പുള്ളി. നമ്മൾ ചെയ്തേക്കുന്ന പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ മറ്റോ ഒന്നുമല്ല. നിങ്ങളെ ഞാൻ 222 വീൽ ബേസ് അല്ല 210 അല്ലെ 12 മീറ്റർ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, കൂടുതലൊന്നുമില്ല, അടിക്കണക്ക് നമ്മുടെ ഒരു കൈമുട്ടിൻ്റെ അവിടെ വരെ ഉള്ളൊരു നീള വ്യത്യാസം അതിൽ കൂടുതലാണ്. അത് ഫ്രണ്ട് വീലിൽ നിന്ന് ബാക്ക് വീലിലോട്ടുള്ള ഇടഭാഗത്തിനാണ് നമുക്ക് വലുപ്പ വ്യത്യാസം തോന്നിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ബെല്ലിടിക്ക് വണ്ടിയാണ്. വണ്ടിക്ക് കുറച്ചുകൂടെ ഹൈറ്റ് തോന്നിക്കും. നമ്മുടെ വണ്ടിയായിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ അകത്തിൽ ഇട്ടേക്കാം, ഇച്ചിരി ഹൈറ്റ് തോന്നിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും പറയും കളർ വണ്ടിയില്ലേ, ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കുക, ഓൾ ഇന്ത്യ. പക്ഷേ ഇതൊന്നും അത്ര നിസ്സാര പരിപാടിയല്ല. ഒരു വർഷത്തേക്ക് 7.5 ലക്ഷം രൂപ ആ വണ്ടിക്ക് ടാക്സ് മാത്രമായിട്ട് അടയ്ക്കണം. നമ്മുടെ വണ്ടിക്ക് 1.90 ആ 2 രൂപയ്ക്കകത്തേ ഉള്ളൂ നമ്മുടെ വണ്ടിക്ക്. എന്തോരം വ്യത്യാസമാണെന്ന് നോക്കാം. നമ്മളൊരു നോർമൽ എന്താ പറയണ്ടേ, സാധാ ഒരു വണ്ടി എടുക്കുവാണെങ്കിൽ അതിൽ 2 വണ്ടി എടുക്കാനുള്ള പൈസയാകും അത് ഓൺ റോഡ് ഇറക്കണമെന്നുണ്ടെങ്കിൽ. ഈ വണ്ടിയെപ്പറ്റി അധികം കാര്യങ്ങളൊന്നും ചിന്തിക്കാത്ത ആൾക്കാരാണ് ഇതിനെപ്പറ്റി അത് ഇത് ചെയ്യുമെന്ന് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്തിലെ കുറേ കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അകത്തിലോട്ട് എടുത്തു ചാടാവൂ. ഞാൻ വീഡിയോ ഇട്ട് വെറുപ്പിക്കുവാണ്, അല്ലെ ഈ ബസ്സിനി ആരും എടുക്കരുത് എന്ന രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇതിനപ്പുറം ഇതിനകത്ത് വേറൊരു കളിയുണ്ടെന്ന് എനിക്കറിയാം. അത് ഓരോ ദിവസത്തെ വീഡിയോ ചെയ്യുമ്പോഴേ ഞാനത് പറയത്തുള്ളൂ. കാരണം ഞാൻ മൊത്തം കൂടെ ഒരു ദിവസം കൊണ്ട് ഒരു കഥ ഫുൾ അങ്ങ് പറഞ്ഞു തീർത്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ലേ ഈ പ്രസ്ഥാനത്തിലെ കാര്യങ്ങൾ പഠിച്ചത്. ഓട്ടം നല്ല രീതിയിൽ വരുന്ന സമയത്ത് ബാലൻസ് എത്ര ഉണ്ടെന്നും ഇപ്പം മുടക്കിയത് എത്രയാണെന്നും കിട്ടുന്ന എത്രയാണെന്നും അല്ല ഇതിനകത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാനുള്ള വീഡിയോയും കാര്യങ്ങളും എല്ലാം ഞാൻ ഇടാൻ തയ്യാറാണ്. ചിലർ പറയും ഓട്ടത്തിന് വേണ്ടി കെഞ്ചുവാണ്, കരയുവാണ്. അങ്ങനെ വിചാരിക്കാം. എൻ്റെ ഓട്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എന്നെ 4 പേര് അറിയണം, ഞാനിങ്ങനെ പ്രസ്ഥാനം നടത്തുന്നുണ്ടെന്ന് അറിയണം. ഇങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. ചിലർ പറയും ഞാൻ പൊട്ടനാണ്, പോയി ചായക്കട ഇട്, 1 ലക്ഷം രൂപ ഒരു വർഷം അല്ല ഒരു മാസം കിട്ടത്തില്ലയോ, എന്തിനാണ് ഇത്രയും പൈസ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതൊക്കെയെന്ന് വെച്ചാൽ ബുദ്ധിപരമായിട്ട് മാത്രം ചിന്തിക്കുന്നവർക്ക് അതൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാകത്തുള്ളൂ. കാരണം നമ്മളൊരാളെ എത്ര എന്ന് പറഞ്ഞാണ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളൊരാൾക്ക് കുത്തി കയറ്റി കൊടുത്താൽ ഒരിക്കലും പഠിക്കത്തില്ല. ഇത്രയും നിങ്ങൾ ആലോചിച്ചാൽ മതി. 36 മാസം നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് ഒരു 10 ലക്ഷം രൂപയുടെ ചിട്ടി, ഒരു മാസം 50,000 രൂപയുടെ ചിട്ടി 24 മാസത്തേക്ക് നിങ്ങൾ തുടങ്ങിയെന്ന് വിചാരിക്കുക. അങ്ങനെ മാത്രം കണ്ട് ഇതിനകത്തോട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ CC തീർന്നു കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ വണ്ടിക്കകത്ത് എന്തുണ്ട് ലാഭമെന്ന്. ഞാൻ ഒരു വ്യക്തിനെ പോലും വണ്ടി എടുക്കരുതെന്ന് പറയുന്നില്ല, വണ്ടിയെപ്പറ്റി പഠിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഒരു കുഞ്ഞുങ്ങളെപ്പോലും താത്തി കെട്ടാനോ പൊക്കി കെട്ടേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം,
ഈ വീൽ ബേസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ കാഴ്ചയിൽ 222 210 വണ്ടിയും തമ്മിൽ മനസ്സിലാകത്തില്ല. പക്ഷേ ഈ 12 മീറ്റർ വണ്ടിയും ബാക്കിയുള്ള കൊച്ചു വണ്ടിയോടെ തമ്മിൽ വെല്ലിടിക്ക് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. നോർമൽ വണ്ടികളൊക്കെ ഉണ്ട്. ഇപ്പം ബ്രോഡാഡി എന്നൊക്കെ പറയുന്ന ഒരു വണ്ടിയില്ലേ, അതൊക്കെ എന്ന് പറഞ്ഞാൽ നോർമൽ എന്ന് വെച്ചാൽ സാധാ BS6-ൻ്റെ ബോഡിയാണ്, വെല്ലിടിക്കി അല്ല, നോർമൽ ഡിക്കിയാണ്. അത് എവിടെ വേണേലും കയറി പോകും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും അവരത്ര ഹൈറ്റ് കുറച്ച് പണിതേക്കുന്നത്. വണ്ടിക്കുള്ളിലല്ല ഹൈറ്റ്, വണ്ടിയുടെ താഴ്വശത്തെ ഡിക്കിക്കാണ് ഹൈറ്റ്. വണ്ടിക്കകത്തിൽ നോർമൽ എല്ലാ വണ്ടിയെ പോലെ തന്നെ ഉള്ളൂ. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന വണ്ടികൾ, ഇതിപ്പോൾ 12 മീറ്റർ വണ്ടിക്കകത്തിൽ 45 സീറ്റേ വരത്തുള്ളൂ. നമ്മുടെ 49 സീറ്റുണ്ട്. വണ്ടിക്ക് നീളം കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ എണ്ണം കൂടുന്നില്ല, സ്പേസ് ആണ് കൂടുന്നത്. അതുപോലെ തന്നെ ഒരു ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടി ഫുൾ സെറ്റ് അടക്കം ഇറക്കി വരണമെന്നുണ്ടെങ്കിൽ ഒരു 85 ലക്ഷം രൂപ, കുറഞ്ഞത് ഒരു 78-ന് താഴെ വരത്തില്ല എന്തായാലും. കാരണം ചിലർക്ക് ഇതിനെപ്പറ്റി വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് വണ്ടി ഇറങ്ങി വന്നു അങ്ങ് ഓടാൻ പറ്റത്തില്ല. സെക്കൻഡ് വണ്ടി എടുത്തിട്ട് പോലും എനിക്കുണ്ടായ ചിലവ് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അയ്യോ അത്ര ആയോ എന്ന്. ഏത് വണ്ടി എടുത്താലും അത്ര ആവും. നമ്മൾ വിചാരിക്കുന്നതല്ല. ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്തിട്ട് പെർമിറ്റ് അടയ്ക്കണം, റോഡ് ടാക്സ് അടയ്ക്കണം. നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല. ഇത് ടെസ്റ്റ് പൈസ, RTO, ഇൻഷുറൻസ്, ഒത്തിരി നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം തലവേദനയുണ്ട്. പൈസ ഓടി കിട്ടുമെന്ന് ചോദിച്ചാൽ കഴിവുള്ളവന്മാർ നല്ല രീതിയിൽ പാക്കേജ് ചെയ്തും ഓട്ടം പിടിച്ചും ഓടുന്നുണ്ട്. പ്രസ്ഥാനം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ചിലർ ഒന്നും അറിയാതെ ചാടി ഇങ്ങോട്ട് വരുന്നുണ്ട്, അതിനെക്കാട്ട് സ്പീഡിൽ പോകുന്നുണ്ട്. അത് ഉദാഹരണത്തിന് എന്നെപ്പോലെ ഒരാൾ, എനിക്ക് ഇതിനകത്തിലൊന്നും അറിയാതെ ഞാനിങ്ങോട്ട് ചാടി വന്നു ടപ്പെന്ന് വെച്ചാൽ ചിന്തിച്ച് തീരുന്നതിന് മുമ്പ് ഞാൻ എന്താ പറയണ്ടേ, നമ്മളൊരു ചൂടുവെള്ളത്തിൽ കിടക്കുമെന്ന് വിചാരിച്ചോ. ഇപ്പോൾ പച്ചവെള്ളത്തിൽ കിടന്നൊരു തവള എടുത്ത് ചൂടുവെള്ളത്തിൽ ഇട്ടാൽ ടപ്പെന്ന് എടുത്ത് ചാടും. ആ തവള കിടക്കുന്ന വെള്ളം നമ്മൾ ചെറിയ ചെറിയ ചൂടാക്കുന്നതുകൊണ്ട് നമ്മൾ അറിയത്തില്ല. അതിനകത്ത് കിടന്ന് വെന്ത് ചാവാറാവുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. അതേ സെയിം ഫീൽഡാണിത്. ഞാൻ ഈ ഉപമ പറയുന്നത് കേട്ടിട്ട് കളിയാക്കി ചിരിക്കണ്ട, ഞാൻ കേട്ടൊരു കഥയാണ് കേട്ടോ. കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തവള ചൂടുവെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ടപ്പെന്ന് പുറത്ത് ചാടും. എന്നാൽ ആ തവളയെ വെള്ളത്തിലിട്ടിട്ട് ചെറുതായിട്ട് ആ വെള്ളം ചൂടാക്കുകയാണെങ്കിൽ അത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ്, എന്ന് വെച്ചാൽ നല്ല പൊള്ളലേൽക്കുമ്പോൾ മാത്രമേ അത് അറിയത്തുള്ളൂ. അതുപോലാണ് ഈ വണ്ടി പ്രസ്ഥാനവും. പുതിയ വണ്ടി റിവ്യൂ ചെയ്യുന്ന ആളോ കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോക്കകത്ത് കൂടെ ഞാൻ മെയിനായിട്ട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ഒരു വണ്ടി എടുക്കുന്ന ആൾ എൻ്റെ വീഡിയോ കാണുക. കുറച്ച് കാര്യങ്ങളായിട്ട് ഈ വീഡിയോക്കകത്ത് നിന്ന് നിങ്ങൾക്ക് അറിവ് ഞാൻ തരികയാണ്. എനിക്കറിയാവുന്നതും ഞാൻ പൈസ കളഞ്ഞ് പഠിച്ച കാര്യവും ഞാൻ നിങ്ങൾക്ക് വെറുതെ പറഞ്ഞു തരികയാണ്. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം മാക്സിമം. എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. കുറച്ചൊക്കെ ലാഗും പൊട്ടത്തരമൊക്കെ ഉണ്ടെന്ന് എനിക്കും അറിയാം, പക്ഷെ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഓരോ കാര്യത്തിലോട്ട് ഇറങ്ങുന്നത്. ചില സാഹചര്യങ്ങളിൽ കൈവിട്ട് പോകുന്നുണ്ട്. പക്ഷെ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് ഉറപ്പാണ് ഈ പ്രാവശ്യം ഞാൻ രക്ഷപ്പെടും. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാൻ അറിയത്തില്ല. സപ്പോർട്ട് ചെയ്തോ, കൂടെ കൂടിക്കോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.